തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ പുഴയ്ക്കൽ മുതൽ കുന്നംകുളം വരെയുള്ള യാത്രാ ദുരിതം തുടരുന്നു. താൽക്കാലിക കുഴിയടയ്ക്കൽ ഫലപ്രദമല്ലെന്ന് ആക്ഷേപം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കാൻ തീരുമാനം. മറ്റത്തൂർ പഞ്ചായത്തിലെ പൊതു ക്രിമറ്റോറിയത്തോട് ചേർന്ന് MCF സ്ഥാപിക്കുവാനുള്ള നീക്കം പദ്ധതി ഉപേക്ഷിക്കണമെന്ന് പ്രത്യേക ഗ്രാമസഭാ യോഗം. കൊല്ലൂർ ബോട്ട് ജെട്ടിക്ക് സമീപം ട്രെയിൻ തട്ടി റെയിൽവേ കീമാൻ മരിച്ചു. വെടുക്കര സ്വദേശി ഉത്തമനാണ് മരിച്ചത്. കണ്ടശങ്കടവിൽ വ്യാപാരി വീടിന്റെ ടെറസിൽ നിന്ന് വീണ് മരിച്ചു. നാട്ടിക മണ്ഡലത്തിലെ നവകേരള സദസ്സ് അലങ്കോലപ്പെട്ട സംഭവം. CC മുകുന്ദൻ MLA നിയമസഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ആഭ്യന്തര വകുപ്പ് നൽകിയ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് നിയമസഭ. പരാതി പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി അന്വേഷണത്തിന് സ്പീക്കർ റഫർ ചെയ്തു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ പുഴയ്ക്കൽ മുതൽ കുന്നംകുളം വരെയുള്ള യാത്രാ ദുരിതം തുടരുകയാണ്. താൽക്കാലിക കുഴിയടയ്ക്കൽ ഫലപ്രദമല്ലെന്ന് ആക്ഷേപം. നട്ടം തിരിഞ്ഞ് യാത്രക്കാർ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയുടെ ദുരിതയാത്രയെ സംബന്ധിച്ച് വാർത്തകൾ വീണ്ടും നൽകേണ്ട ഗതികേടിലാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ. ഇന്നു മുതൽ ആരംഭിച്ച താൽക്കാലിക കുഴിയടക്കൽ പക്ഷേ വേണ്ടത്ര ഫലപ്രദമല്ല എന്നാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത്. കുഴിമൂടൽ നടക്കുന്നുണ്ട്. അടുത്ത മഴ കഴിയുമ്പോൾ അത് ഒഴിച്ചു പോകും. അത് നന്നാകത്തൊന്നുമില്ല. കാരണം റോഡ് പണി എന്ന് പറഞ്ഞാൽ താറിട്ട് ചെയ്താലേ അതിന് ഗുണമുണ്ടാവുള്ളൂ. കുറഞ്ഞൊരു 3-4 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഈ കാണിക്കുന്ന മൊത്തം ആൾക്കാരെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. 2 വലിയ കുഴിയുണ്ട് ഇതേപോലെ തന്നെ. അതിന്ന് രാവിലെ ഞങ്ങൾ കല്ലിട്ട് മൂടിയതാണ്. ആഴത്തിലുള്ള കുഴിയാണ്. ഈ ബസ്സുകൾ പോണ ഫോട്ടോ അതേപോലെ തന്നെയാണ്. ക്വാറി വേസ്റ്റുകൾ നികത്തിയാണ് ഭൂരിഭാഗം കുഴികളും അടയ്ക്കുന്നത്. മഴ മാറി വെയിലാകുമ്പോൾ മെറ്റലുകൾ തെളിഞ്ഞ് ഇത് വലിയ അപകടങ്ങൾക്ക് മറ്റും വഴിതെളിക്കുമെന്നാണ് യാത്രക്കാരും നാട്ടുകാരും ഒരുപോലെ പറയുന്നത്. മഴ ശക്തി പ്രാപിച്ചതോടെ കുഴികളും വെള്ളക്കെട്ടും ഒന്നും തിരിച്ചറിയാതെ അതിലേക്ക് വന്ന് പതിച്ച് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. നിരന്തരം ഇവിടെ അപകടമുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീണതാണ്. കാരണം വണ്ടി പെട്ടെന്ന് ചവിട്ടിയപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള വണ്ടികൾ പെട്ടെന്ന് സ്കിഡാവും. എന്നാൽ മഴയാണ്. റോഡിൽ കുഴി കണ്ട് പെട്ടെന്ന് ചവിട്ടിയാൽ തെന്നും. സ്വകാര്യ വാഹനങ്ങളിൽ എത്തുന്നവർ പലരും ഈ റോഡുകൾ ഉപേക്ഷിച്ച് മറ്റ് ബദൽ റോഡുകൾ തങ്ങളുടെ യാത്രകൾക്ക് തിരഞ്ഞെടുക്കുന്നതും ഇപ്പോൾ പതിവായിരിക്കുകയാണ്. എന്നാൽ പോലും ഇതേ റൂട്ടുകളിൽ സഞ്ചരിക്കേണ്ട ആളുകൾ ഈ യാത്രാ ദുരിതം പേറുകയാണ് ഇപ്പോഴും. ഒരുപാട് പ്രാവശ്യം കംപ്ലൈൻറ്റ് ചെയ്താണ്. മുണ്ടൂരും കഴിഞ്ഞ് ചൂണ്ടലിലുള്ളിടത്തൊന്നും നമുക്ക് വണ്ടിന് യാത്ര ചെയ്യാൻ പറ്റില്ല. സാധാരണ ഒരു വണ്ടി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. കാരണം ഉള്ള എല്ലാ വണ്ടിയുടെയും കംപ്ലൈൻറ്റുകൾ, പിന്നെ ലേറ്റ് ആവുന്നത്, പിന്നെ കുഴി എല്ലാം കൂടി ഭയങ്കര പ്രശ്നമാണ്. ഒരു മഴ വന്നു കഴിഞ്ഞാൽ കുഴി ഏതാ വെള്ളം ഏതാ ഒന്നും പിടുത്തം കിട്ടുന്നില്ല. എന്താണെന്നുള്ളത് എങ്ങനെ ഇവിടുന്ന് ഓടിച്ചു പോകുക ഒരു വണ്ടിക്കാരും. റോഡിൻ്റെ ദുരവസ്ഥ കാരണം ഏറ്റവും കൂടുതൽ വെട്ടിലായത് സ്വകാര്യ ബസ്സുകളും അതുപോലെ തന്നെ KSRTC ബസ്സുകളുടെ സർവീസുകളെയുമാണ്. കൃത്യസമയത്ത് ഓടിയെത്താൻ കഴിയുന്നില്ല. ഇതുമൂലം സർവീസുകൾ റദ്ദാക്കേണ്ട അവസ്ഥ. ഒടുവിൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. ഇന്ന് താൽക്കാലികമായ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത് കേവലം ഒരു ഓട്ടയടയ്ക്കൽ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് കൃത്യസമയത്ത് എത്തിച്ചേരാനോ അതുപോലെ തന്നെ ട്രിപ്പുകൾ പൂർത്തീകരിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ 26-ാം തീയതി ബുധനാഴ്ച മുതൽ ഈ മേഖലയിലേക്ക് ഓടുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളും നിർത്തിവെച്ചുകൊണ്ടുള്ള സമരപരിപാടിയിലേക്ക് നീങ്ങുകയാണ്. രോഗികളുമായി പോകുന്ന വാഹനങ്ങളും ആംബുലൻസുകളും അടക്കം കുഴിയിലും കുരുക്കിലും പെടുന്നത് ഇവിടെ നിത്യ കാഴ്ചയായി മാറിക്കഴിഞ്ഞു. നിർമ്മാണ പ്രവൃത്തികൾ ഉടനെ ഒന്നും തീരില്ല എന്ന് ഉറപ്പായ ഈ റോഡിലെ കുഴികൾ താൽക്കാലികമായി മാത്രം അടച്ചതുകൊണ്ട് പ്രശ്നപരിഹാരമാകുമോ എന്നുള്ളതാണ് നാട്ടുകാരും യാത്രക്കാരും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യം. റോഡിലെ കുഴികൾക്ക് താൽക്കാലികമായല്ല ശാശ്വതമായ പരിഹാരമാണ് യാത്രക്കാരും ഡ്രൈവർമാരും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. കുന്നംകുളം റോഡിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിച്ച് വേഗത്തിൽ പൂർത്തീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. നടവരമ്പ് അണ്ടാണിക്കുളം ഭാഗത്തു നിന്നും റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കുന്നതിനും യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഉടൻ ആരംഭിക്കുവാനും യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. റോഡ് നിർമ്മാണ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തുവാനും പുരോഗതി പൊതുമരാമത്ത് സെക്രട്ടറി നേരിട്ട് നിരീക്ഷിക്കുവാനും ജില്ലാ കളക്ടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുവാനും യോഗം നിർദ്ദേശം നൽകി. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി K.
ലിജു വരും ദിവസങ്ങളിൽ റോഡുകൾ സന്ദർശിച്ച് പ്രവർത്തനം ഏകോപിപ്പിക്കും. നിർമ്മാണ പ്രവൃത്തികളുടെ സുഗമമായ നടത്തിപ്പിനായി ഉദ്യോഗസ്ഥർ, നിർമ്മാണ കമ്പനി പ്രതിനിധികൾ, ബസ് ഉടമകൾ എന്നിവരുമായി ശനിയാഴ്ച കളക്ടറേറ്റിൽ ചർച്ച നടത്തും. യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ, മന്ത്രി ആർ ബിന്ദു, എംഎൽഎമാരായ എ.സി. മൊയ്തീൻ, മുരളി പെരുന്നെല്ലി, സേവ്യർ ചിറ്റിലപ്പള്ളി, വി.ആർ. സുനിൽകുമാർ, സി.സി. മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിലുള്ള പൊതു ക്രിമിറ്റോറിയത്തോട് ചേർന്ന് MCF സ്ഥാപിക്കുവാനുള്ള പഞ്ചായത്ത് തീരുമാനം ഉപേക്ഷിക്കണമെന്ന് മാങ്കുറ്റിപ്പാടത്ത് വിളിച്ചു ചേർത്ത പ്രത്യേക ഗ്രാമസഭാ യോഗം ആവശ്യപ്പെട്ടു. ക്രിമിറ്റോറിയത്തിനോട് ചേർന്ന് അജൈവ മാലിന്യം തരംതിരിക്കാനുള്ള സംഭരണ കേന്ദ്രം ആരംഭിക്കുന്നത് ക്രിമിറ്റോറിയത്തിന്റെ പൗത്രതയെ ബാധിക്കുമെന്നതിനാൽ MCF പഞ്ചായത്തിന്റെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് പ്രത്യേക ഗ്രാമസഭയിൽ പങ്കെടുത്തവർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. മാങ്കുറ്റിപ്പാടത്ത് നേരത്തെ നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് പൊതുശ്മശാന ഭൂമിയിലാണ് ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയം നിർമ്മിച്ചിട്ടുള്ളത്. 40 സെന്റോളം വരുന്ന ശ്മശാന ഭൂമിയുടെ 28 സെന്റ് ഉപയോഗപ്പെടുത്തിയാണ് ക്രിമിറ്റോറിയം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അവശേഷിക്കുന്ന സ്ഥലത്ത് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന അജൈവ മാലിന്യം തരംതിരിക്കാനുള്ള MCF സ്ഥാപിക്കാൻ മാസങ്ങൾക്ക് മുൻപേ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഇതിനെതിരെ മാങ്കുറ്റിപ്പാടം വാർഡിലെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രത്യേക ഗ്രാമസഭ വിളിച്ചു ചേർത്ത് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തെ തുടർന്നാണ് തിങ്കളാഴ്ച മാങ്കുറ്റിപ്പാടം അങ്കണവാടി ഹാളിൽ പ്രത്യേക ഗ്രാമസഭ നടന്നത്. MCFൽ ആധുനിക രീതിയിൽ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുന്ന പ്രവൃത്തി മാത്രമാണ് നടക്കുന്നതെന്നും യാതൊരു തരത്തിലുള്ള മലിനീകരണമോ പരിസ്ഥിതി പ്രശ്നമോ ഇവിടെ ഉണ്ടാകില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റും തദ്ദേശ വകുപ്പ് ജില്ലാ കോഓർഡിനേറ്ററും ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്ററും അടക്കമുള്ളവർ പറഞ്ഞെങ്കിലും ഗ്രാമസഭയിൽ പങ്കെടുത്ത വാർഡിലെ ജനങ്ങൾ MCF സ്ഥാപിക്കരുതെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നു. ഏറ്റവും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതിന് യാതൊരു തർക്കമില്ലാത്ത സംഗതിയാണ്. കാരണം അത് അവരുടെ അന്ത്യവിശ്രമ സ്ഥാനമാണ്. നമ്മുടെയൊക്കെ വിശ്വാസങ്ങൾ അനുസരിച്ച് മരണശേഷം അവർ നിത്യവിശ്രമം കൊണ്ടുവന്നവരൊക്കെ തന്നെയാണ്. മരിച്ചു കഴിഞ്ഞാലെങ്കിലും അവർ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് അവർക്ക് വിധിക്കപ്പെട്ട ഏരിയയിൽ കിടക്കണം. അവിടെ ഈ മാലിന്യം പറഞ്ഞ് ഇതിനിടയ്ക്ക് കൊണ്ടുവന്ന് അവർക്ക് ഒരിക്കലും ഒരു മാലിന്യം. യോഗത്തിൽ പങ്കെടുത്ത TK സ്വാമിക്കുട്ടി, നന്ദകുമാർ ചക്കമല്ലിശ്ശേരി, മുൻ വാർഡ് മെമ്പർ ബീന നന്ദകുമാർ, ബിനോയ്, VM ചന്ദ്രൻ, IR അരവിന്ദാക്ഷൻ, എൽദോ പാലായിൽ, ഔസേബ് കോപ്ലി എന്നിവർ MCF സ്ഥാപിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസാരിച്ചു. ജനങ്ങളുടെ എതിർപ്പ് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് VB അശ്വതിയും സെക്രട്ടറി M ശാലിനിയും ഗ്രാമസഭാ യോഗത്തിൽ അറിയിച്ചു. MCFന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ്. കാരണം ഇത്രയും പേര് നമ്മൾ എത്തിയിട്ടുള്ളത് ജനങ്ങളുടെ അഭിപ്രായം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവൻ. അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചോളൂ. എനിക്കും നിങ്ങളോട് സംസാരിക്കാം. ഈ പഞ്ചായത്തിലെ പ്രഥമ വനിത എന്ന രീതിയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനും ബോധവൽക്കരിക്കാനും കിട്ടുന്ന അവസരം അത് പ്രയോജനപ്പെടുത്തുക തന്നെയാണ്. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ, വാർഡ് മെമ്പർ ശിവരാമൻ പോതിയിൽ, തദ്ദേശ വകുപ്പ് ജില്ലാ കോഓർഡിനേറ്റർ ഷെഫീഖ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ മനോജ്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പ്രത്യേക ഗ്രാമസഭയിൽ പങ്കെടുത്തു. TCV ന്യൂസ്, കൊടകര. ഉല്ലൂർ ബോട്ട് ജെട്ടിക്ക് സമീപം ട്രെയിൻ തട്ടി റെയിൽവേ ജീവനക്കാരൻ മരിച്ചു. വടൂക്കര SN നഗർ ചന്ദ്രിക ലൈനിൽ കൂനിറ വീട്ടിൽ 55 വയസ്സുള്ള ഉത്തമനാണ് മരിച്ചത്. ഉല്ലൂർ ഗാങ് നമ്പർ 2 കീമാൻ ഡ്യൂട്ടിക്കിടെ വേണാട് എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു. ട്രെയിനിന്റെ എഞ്ചിനടിയിൽ കുടുങ്ങിയ ഉത്തമൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. എഞ്ചിനടിയിൽ കുടുങ്ങിക്കിടന്ന മൃതദേഹം മണിക്കൂറുകൾക്ക് ശേഷമാണ് പുറത്തെടുക്കാനായത്. നെടുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കണ്ടശങ്കടവിൽ അരിവ്യാപാരി വീടിന്റെ ടെറസിൽ നിന്ന് വീണ് മരിച്ചു. ഏനമാക്കൽ ട്രേഡേഴ്സ് ഉടമ അരിമ്പൂർ കൈമഠത്തിൽ അന്തോണി മകൻ 65 വയസ്സുള്ള ആന്റോ ആണ് മരിച്ചത്. വീടിന്റെ ടെറസിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുന്നതിന് വേണ്ടി കയറിയപ്പോൾ കാൽവഴുതി വീണതാകാമെന്നാണ് നിഗമനം. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാട്ടിക നിയോജകമണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സ് ചടങ്ങുകൾ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ആയിരുന്ന സലീഷ് എൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് CC മുകുന്ദൻ MLA നിയമസഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ആഭ്യന്തര വകുപ്പ് നൽകിയ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് നിയമസഭാ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് അന്വേഷണത്തിനും റിപ്പോർട്ടിനുമായി പരാതി സ്പീക്കർ AN ഷംസീർ റഫർ ചെയ്തു. നവകേരള സദസ്സിന്റെ ഭാഗമായി നാട്ടിക നിയോജകമണ്ഡലത്തിൽ CC മുകുന്ദൻ MLAയുടെ നേതൃത്വത്തിലായിരുന്നു ഒരുക്കങ്ങൾ നടത്തിയത്. തുടക്കത്തിൽ തന്നെ MLAയും DYSPയും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. സംഘാടക സമിതി സ്ഥാപിച്ച ബാരിക്കേഡുകൾ പോലീസ് അനാവശ്യമായി അഴിച്ചുമാറ്റിയെന്നും ചടങ്ങിന്റെ ദൃശ്യങ്ങൾ മനോഹരമാക്കാൻ കൊണ്ടുവന്ന ഡ്രോൺ പറത്തുന്നതിന് കളക്ടറുടെയും SP-യുടെയും അനുമതി ഉണ്ടായിട്ടും കൊടുങ്ങല്ലൂർ DYSP ആയിരുന്ന സലീഷ് എൻ ശങ്കർ തടസ്സപ്പെടുത്തിയെന്നുമാണ് MLAയുടെ പരാതി. കുടിവെള്ള വിതരണവും ലഘുഭക്ഷണ വിതരണവും
ഡിവൈഎസ്പിയുടെ പ്രവൃത്തികൾ മൂലം താളം തെറ്റിയതായി MLA ആരോപിച്ചിരുന്നു. ഡിവൈഎസ്പിക്കെതിരെ ശക്തമായ വിമർശനം MLA നവകേരള സദസ്സ് നടക്കുമ്പോൾ തന്നെ വേദിയിൽ മന്ത്രിമാർ ഇരിക്കെ ഉന്നയിച്ചിരുന്നു. ഡിവൈഎസ്പിയുടെ ഭാഗത്തുനിന്ന് മറ്റു പല കാര്യങ്ങളിലും വിഷമങ്ങൾ നേരിട്ടതോടെ നവകേരള സദസ്സിന്റെ ശോഭ നഷ്ടപ്പെട്ടതായി MLA സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. MLA നൽകിയ പരാതിയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ DGPക്കും തൃശൂർ റൂറൽ SP-ക്കും 2 മാസം മുൻപ് നിർദ്ദേശം നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിലാണ് കൃത്യമായ അന്വേഷണം നടത്താതെ സലീഷ് N. ശങ്കറിനെ അനുകൂലിച്ച് തൃശൂർ റൂറൽ SP റിപ്പോർട്ട് നൽകിയതെന്നാണ് കണ്ടെത്തൽ. ഡിവൈഎസ്പി ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട്. എന്നാൽ ഇത് തൃപ്തികരമല്ലെന്ന് കാണിച്ചാണ് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് അന്വേഷണത്തിനും റിപ്പോർട്ടിനുമായി പരാതി റഫർ ചെയ്തത്. സംഘാടക സമിതി അംഗങ്ങളോട് പോലും അന്വേഷണം നടത്താതെ വ്യാജ റിപ്പോർട്ടാണ് തൃശൂർ റൂറൽ SP സമർപ്പിച്ചതെന്നും സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായ കേസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷിക്കുമ്പോഴുണ്ടാകുന്ന വകുപ്പ് തല സ്വാധീനം ദുരുപയോഗം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ കേസിൽ ഉണ്ടായതെന്നും CC മുകുന്ദൻ MLAയുടെ ഓഫീസ് അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. മാള പൊയ്യയിൽ കൂട്ടുകാരോടൊപ്പം തോട്ടിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. പൊയ്യ കാട്ടുപറമ്പിൽ 32 വയസ്സുള്ള സുബീഷാണ് മരിച്ചത്. മത്സ്യഫാമുമായി ബന്ധപ്പെട്ട് തോട്ടിൽ നിന്ന് ചെളി നീക്കം ചെയ്ത കുഴിയിലാണ് മുങ്ങി താഴുന്നത്. ഉടൻ തന്നെ സുബീഷിനെ കരയിലേക്ക് കയറ്റി കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. വീട് കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 8.5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വടക്കേക്കാട് തിരുവളയന്നൂർ കടാമ്പുള്ളി സ്വദേശി മടപ്പാട്ട് കിഷോർ, പുന്നിയൂർ താഴത്തിയിൽ അലി അക്ബർ എന്നിവരെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. വടക്കേക്കാട് കടാമ്പുള്ളി സ്വദേശി അച്ചാരത്ത് വീട്ടിൽ ശിവനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലാണ് ശിക്ഷ വിധിച്ചത്. 2018 ഓഗസ്റ്റ് 2-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. പെൻഷനാവുന്നതോടെ ജീവിതം അവസാനിക്കുന്നില്ലെന്ന് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ കേരള സ്റ്റേറ്റ് പോലീസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കേഡർ പോലീസുകാർ പരമാവധി പ്രവർത്തിക്കുന്നവരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. JB മേത്തർ MP അധ്യക്ഷത വഹിച്ചു. മുൻ DGP ഋഷിരാജ് സിംഗ്, സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് PK ലംബോധരൻ നായർ, സെക്രട്ടറി ബാലകൃഷ്ണൻ കല്ലറ തുടങ്ങിയവർ സംസാരിച്ചു. എൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്നത്, ഞാനവിടെ ഈ ഗവർണർ എന്നുള്ള നിലയിൽ, ചാൻസലർ എന്നുള്ള നിലയിൽ 50 സർവകലാശാലകൾ കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. മിനി എസ്റ്റേറ്റിന്റെ സമീപത്തുള്ള കിണറുകളിൽ രാസമാലിന്യം കലരുന്നത് തടയുന്നതിന് അധികൃതർ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആന്റോ പെരുമ്പുള്ളി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം മോളി പിയൂസ്, AS ഹൈദ്രൂസ്, ജയ്ഹിന്ദ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. രാസമാലിന്യം കിണറിൽ കലരുന്നത് മൂലം കിണർ ഉപയോഗശൂന്യമായ സംഭവം TCV നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അളഗപ്പനഗർ കാഞ്ഞൂർ കറുകപ്പാടം റോഡിൽ മാലിന്യം തള്ളിയ 2 പേരെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. താണിക്കുളം സ്വദേശി ഫ്രീജോ, എരുമേലി സ്വദേശി അരവിന്ദ് എന്നിവർക്കെതിരെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം അളഗപ്പനഗർ പഞ്ചായത്ത് 10,000 രൂപ പിഴ ചുമത്തി. ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം. സ്കൂട്ടറിലെത്തിയ ഇവർ പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവന്ന മാലിന്യം തള്ളുന്നതിനിടെ നാട്ടുകാർ പിടികൂടുകയായിരുന്നു. വാർഡ് മെമ്പർ സജന ഷിബു സ്ഥലത്തെത്തി പുതുക്കാട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് കേസെടുത്തതിനു ശേഷം തുടർ നടപടികൾക്കായി പഞ്ചായത്തിന് ശുപാർശ ചെയ്തു. പുതിയ കാലത്ത് വായനയെ ഫാസിസം വഴിതിരിച്ചു വിടുകയാണെന്ന് നോവലിസ്റ്റ് മുരളി S. കുമാർ അഭിപ്രായപ്പെട്ടു. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി ഇടം സാംസ്കാരിക വേദി വെള്ളറക്കാട് വിവേകസാഗര UP സ്കൂളിൽ നടത്തിയ വായനയുടെ അനുഭൂതി എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യരെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ പല സാഹിത്യകൃതികളെയും തെറ്റായി വായിക്കുന്നുവെന്നും മനുഷ്യർക്കിടയിൽ മാനവികതയും ഐക്യവും വളർത്തുവാനായിരിക്കണം വായനയെ പ്രയോജനപ്പെടുത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ് അധ്യക്ഷത വഹിച്ചു. SSLC +2 വിജയികൾക്കുള്ള ഉപഹാരം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി വിതരണം ചെയ്തു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ ഷഹന ഫാസിൽ, പ്രഭിത പ്രകാശ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഇടം സെക്രട്ടറി KP ജയൻ, സ്കൂൾ പ്രധാന അധ്യാപിക PR വിജയശ്രീ, അബ്ബാസ് വെള്ളറക്കാട് എന്നിവർ സംസാരിച്ചു. മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഒരു വാക്കുപോലും അവർ എഴുതി പോയിട്ടില്ല. വായന സംസ്കാരം എന്ന് പറയുന്ന
ചേലക്കര ബൈപ്പാസിന്റെ സാമൂഹിക ആഘാത പഠനവുമായി ബന്ധപ്പെട്ട പൊതുചർച്ച നടന്നു. തോന്നൂർക്കര, ചേലക്കര, വെങ്ങാനല്ലൂർ എന്നീ വില്ലേജുകളിൽ ബൈപ്പാസ് വരുന്നിടത്ത് സ്ഥലമുള്ള ആളുകളാണ് പൊതുചർച്ചയിൽ പങ്കെടുത്തത്. തോന്നൂർക്കരയിൽ നിന്നും ആരംഭിച്ച് നാട്യഞ്ചിറയിലേക്ക് കയറുന്ന തരത്തിലാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക. 3 വില്ലേജുകളിൽ നിന്നായി 11 ഹെക്ടർ ഭൂമി ബൈപ്പാസിന്റെ നിർമ്മാണത്തിനായി വേണമെന്നാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അന്തിമ റിപ്പോർട്ടിന് ശേഷം സർക്കാർ വിദഗ്ധ സമിതിയെ നിയമിച്ചതിന് ശേഷമേ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയുള്ളൂ. സർക്കാർ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചും വിൽപ്പനയും ഭൂമിക്ക് ലഭിക്കുന്ന തുകയും ആളുകളുടെ സംശയ നിവാരണം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് യോഗത്തിൽ ചർച്ച നടത്തിയത്. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഏനമാവ് പുഴയിലും കനോലി കനാലിലും ചണ്ടിയും കുളവാഴയും നിറഞ്ഞതോടെ തീരദേശ മേഖലയിലെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ. ഏനമാവ് റെഗുലേറ്റർ വഴിയാണ് ചണ്ടിയും കുളവാഴയും മാലിന്യങ്ങളും ഒഴുകിയെത്തുന്നത്. ഇതുമൂലം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിഞ്ഞ 1 മാസമായി ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. തൊഴിലാളികൾ പുഴയിൽ വലവിരിച്ചാൽ മാലിന്യങ്ങളാണ് കുടുങ്ങുന്നത്. ഏനമാക്കൽ റെഗുലേറ്റർ മുതൽ ചേറ്റുവ, അഴിമുഖം വരെയുള്ള 500ഓളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതത്തിലായത്. പുഴയിലേക്ക് കോൾ മേഖലയിൽ നിന്ന് ചണ്ടിയും കുളവാഴയും ഇറിഗേഷൻ വകുപ്പിന്റെ കരാറുകാർ തള്ളുന്നത് തടയണം െന്ന് മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവ് KV മനോഹരൻ ആവശ്യപ്പെട്ടു. ചണ്ടിയും കുളവാഴയാണ് ഈ കാണുന്നത്. മത്സ്യത്തൊഴിലാളികൾ ഈ കാണുന്ന മത്സ്യത്തൊഴിലാളികൾ വഞ്ചിയും വലയൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന സ്ഥിതിയാണ്. തൊഴിൽ വരെ ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തുള്ള മരങ്ങൾ വെള്ളത്തിൽ വീണ്ട്, പുഴയിൽ വീണ്ട്, അതിൽ വല ഉടക്കി വല 100കണക്കിന് വലകൾ കേടായ ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട്. ഇതൊക്കെ സംബന്ധിച്ച് ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവർക്ക് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളി യൂണിയനു വേണ്ടി ഒരു പരാതി ഇപ്പോൾ ഇമെയിലിൽ അയച്ചിട്ടുണ്ട്. ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെന്നുള്ള പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളി. കണ്ടശങ്കടവ് PJMS ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പ്രവേശനോത്സവം വർണ്ണാഭമായി. പ്രിൻസിപ്പൽ A. അബീദ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CA മുരളി അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ നെൽസൺ V. മാത്യു, PTA വൈസ് പ്രസിഡന്റ് MR രമേശ്, പ്രധാന അധ്യാപിക ബീന K. മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. മധുരപലഹാരവും പൂക്കളവും നൽകി നവാഗതരെ സീനിയർ വിദ്യാർത്ഥികൾ സ്വീകരിച്ചു. ലഹരിവിരുദ്ധ സന്ദേശങ്ങളെഴുതിയ കാർഡുകളും ആശംസാ കാർഡുകളും പുതിയ കൂട്ടുകാർക്ക് സീനിയർ വിദ്യാർത്ഥികൾ വിതരണം ചെയ്തു. ഏനമാവ് കെട്ടുങ്ങൽ റെഗുലേറ്ററിന് സമീപം കാൽ കഴുകുന്നതിനിടെ പുഴയിൽ വീണ് ഒഴുക്കിൽപ്പെട്ട മധ്യവയസ്കന് രക്ഷകനായി മത്സ്യത്തൊഴിലാളി. ഒഴുക്കിൽപ്പെട്ട മണലൂർ കമ്പനിപ്പടി ചിരുകണ്ടത്ത് രമേശിനെയാണ് ഏനമാവ് കെട്ടുങ്ങൽ പോക്കാക്കില്ലത്ത് റഫീഖ് രക്ഷപ്പെടുത്തിയത്. മണലൂരിൽ അച്ചാർ നിർമ്മാണ കമ്പനി നടത്തുന്ന രമേശ് വൈകുന്നേരങ്ങളിൽ ഏനാമാവ് റെഗുലേറ്റർ പരിസരത്തെ സ്ഥിരം സന്ദർശകനാണ്. കഴിഞ്ഞ ദിവസവും ഇവിടെ എത്തിയ രമേശ് കാൽ കഴുകാനിറങ്ങിയപ്പോൾ അബദ്ധത്തിൽ വഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു. നീന്തൽ അറിയാമായിരുന്നുവെങ്കിലും കരകയറാനായില്ല. ഇതിനിടെ രമേശ് ഒഴുക്കിൽപ്പെടുകയും ചെയ്തു. പുഴയിൽ നിറഞ്ഞുകിടന്ന വലിയ കുളവാഴക്കൂട്ടം രമേശിന് കച്ചിത്തുരുമ്പായി. 2 മണിക്കൂർ നേരമാണ് രമേശ് കുളവാഴക്കൂട്ടത്തിൽ പിടിച്ചുകിടന്ന് ജീവൻ മരണ പോരാട്ടം നടത്തിയത്. ഒഴുക്കിൽപ്പെട്ട് ചണ്ടിയും കുളവാഴയും നീങ്ങുന്നതനുസരിച്ച് രമേശും ഒഴുകി. കുളവാഴയ്ക്ക് മുകളിൽ കയറിക്കിടന്ന രമേശിന്റെ ഉറക്കെയുള്ള കരച്ചിൽ പുഴയുടെ തീരത്തുണ്ടായിരുന്നവർ കേട്ടു. ഉടൻ തന്നെ ഏനാമാവ് റെഗുലേറ്റർ പരിസരത്ത് മീൻ വിറ്റിരുന്നയാൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പരിസരത്തുണ്ടായിരുന്ന റഫീഖ് തോണിയുമായി പുഴയിലിറങ്ങി ഒഴുകി നീങ്ങുകയായിരുന്ന രമേശിനെ രക്ഷിക്കുകയായിരുന്നു. 2-3 വഞ്ചിപ്പാട് പുറത്തായിട്ട് ഒരാളിങ്ങനെ ഒഴുകിപ്പോണ്. അപ്പൊ അവിടുന്ന് മണലൂര് ഒരുപാട് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് 1-2 ആൾക്കാർ ടോർച്ച് അടിച്ചെന്ന് ആ കുളവാഴമ്പിലുണ്ട് ആളെന്ന് പറഞ്ഞു. അത് ഞാൻ എന്ത് ചെയ്തു, വഞ്ചി കുളവാഴമ്പിലേക്ക് കയറ്റിയിട്ട് അയാളോട് പറഞ്ഞു വഞ്ചിയിൽ കയറണ്ട. വഞ്ചിയിൽ കയറിയ ഞാനും വഞ്ചിയൊക്കെ മുങ്ങാം, വഞ്ചിയിൽ കയറണ്ട, വഞ്ചിയുടെ കൊമ്പത്ത് ഞാൻ ഞെണ്ടിക്കിടുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ആ വഞ്ചിയുടെ കൊമ്പത്ത് ഞെണ്ടിക്കിടുന്നു. അങ്ങനെ ബാക്ക് എടുത്ത് ഞാൻ വഞ്ചി അടുപ്പിച്ചു. അപ്പൊ നല്ല ഒഴുക്കാണ്. അപ്പൊ വഞ്ചി അടുപ്പിച്ചു. അപ്പൊ ഇതിന് ആൾക്കാർ വന്ന്. TCV ന്യൂസ്, പാവറട്ടി. തിരുവല്ലാമല നഗരത്തിലെ റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. ജലസേചന വകുപ്പിന്റെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടിയാണ് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടത്. നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന പ്രധാന പാതയുടെ മധ്യഭാഗത്താണ് അപകടകരമായ രീതിയിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തി റോഡിലെ കുഴിയടയ്ക്കാൻ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു.
പൂരങ്ങൾ നാടിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് കരുത്ത് പകരുന്ന കൂടിച്ചേരലുകളാണെന്ന് പ്രശസ്ത കഥകളി ആചാര്യനും കേരള ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവുമായ കലാമണ്ഡലം കൃഷ്ണകുമാർ പറഞ്ഞു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ സോവനീർ സ്മരണിക പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശകമ്മിറ്റി പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കേളത്ത് ശാന്തകുമാർ ആദ്യപ്രതി ഏറ്റുവാങ്ങി. ഉത്രാളിപ്പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ, ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ്, വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ, ട്രഷറർ പ്രശാന്ത് പുഴങ്കര, ജനറൽ കൺവീനർ പി കെ രാജേഷ്, എങ്കക്കാട് പൂര കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗിരീശൻ എന്നിവർ സംസാരിച്ചു. ക്യാൻസർ ബാധിച്ച് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന 14 വയസ്സുകാരന് വാട്സാപ്പ് കൂട്ടായ്മയുടെ ധനസഹായം കൈമാറി. വേലൂർ കിരാലൂർ സ്വദേശി അനുദേവ് കൃഷ്ണയുടെ ചികിത്സാ ചെലവിനായി സ്വരൂപിച്ച 2,30,000 രൂപയാണ് നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന വാട്സാപ്പ് കൂട്ടായ്മ കൈമാറിയത്. എരുമപ്പെട്ടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും യുവാക്കൾ ബിരിയാണി ചാലഞ്ച് നടത്തിയാണ് തുക സമാഹരിച്ചത്. വാട്സാപ്പ് കൂട്ടായ്മ കോർഡിനേറ്റർമാരായ ജോയ്സൺ പുലിക്കോട്ടിൽ, കണ്ണൻ എരുമപ്പെട്ടി, ശിവൻ, അമീർ എരുമപ്പെട്ടി, ഒ എസ് ശ്രീകാന്ത്, കെ ബി ജിനു, ഒ എസ് സുജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. എല്ലാ സ്ഥലത്തെ ആൾക്കാരായാലും എല്ലാവരും ഞങ്ങളൊപ്പം അത്രയും സഹായിച്ചു. അപ്പൊ 2,30,000 രൂപ ഇതിലുണ്ട്. അപ്പൊ അവർക്ക് നമ്മള് അത്ര നമുക്ക് ചെയ്യാൻ പറ്റി. അതിന് വളരെ സന്തോഷം. പിന്നെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും സന്തോഷം. എല്ലാ നാട്ടിലുള്ള ആൾക്കാരോടും എല്ലാവരും ഇതിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും നന്ദി പറയുകയാണ്. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് ബസ് സ്റ്റോപ്പ് അപകടാവസ്ഥയിൽ. കഴിഞ്ഞ സെപ്റ്റംബർ 23 പുലർച്ചെയാണ് വാഹനമിടിച്ച് ബസ് സ്റ്റോപ്പിന്റെ ഭിത്തി തകർന്നത്. സംഭവ സമയത്ത് ബസ് സ്റ്റോപ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും തകർന്നിരുന്നു. തകർന്ന ബസ് സ്റ്റോപ്പ് ഇതുവരെയും പുനർനിർമ്മിക്കുവാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥികളും മറ്റ് ബസ് യാത്രക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് ഇപ്പോഴും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിക്കുന്നത്. ഗുരുവായൂർ നഗരസഭ 31-ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പൌരന്മാരെയും കർഷകരെയും SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത്. NS സഹദേവൻ, PA സജീവൻ, AT ഹംസ, ജോസ് വെടുക്കൂട്ട്, ഹിമ ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ സംസ്കാരം പരീക്ഷ പാസ്സായ കുട്ടികൾക്ക് എന്നാലും 10-50 കൊല്ലം മുമ്പ് ബാലകൃഷ്ണൻ ഗുരുവായൂർ നഗരസഭ പ്രഥമ വൈസ് ചെയർമാനും സാമൂഹ്യ സാംസ്കാരിക പത്രപ്രവർത്തകനുമായിരുന്ന വീട്ടികിഴി ഗോപാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരത്തിന് KC ശിവദാസിനെ തെരഞ്ഞെടുത്തു. ട്രസ്റ്റ് അംഗം AP മുഹമ്മദ് ഉണ്ണിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മികച്ച സഹകാരിക്കുള്ള അവാർഡിന് ചിറനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P മാധവനും ട്രസ്റ്റ് മുൻ പ്രസിഡന്റ് പാലിയത്ത് ചിന്നപ്പന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മികച്ച ജീവകാരുണ്യ പ്രവർത്തകനുള്ള പുരസ്കാരത്തിന് CL ജേക്കബും അർഹരായി. ഈ മാസം 27-ാം തീയതി ഗുരുവായൂരിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പരിസ്ഥിതി പ്രവർത്തകൻ CF ജോർജ് സ്മാരക പുരസ്കാരം സാംസ്കാരിക പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരിക്ക് കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി സമ്മാനിച്ചു. ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്രപഠന കേന്ദ്രം പ്രിൻസിപ്പൽ M നളിൻ ബാബു അധ്യക്ഷത വഹിച്ചു. നിരൂപകൻ പ്രസാദ് കാക്കശ്ശേരി, കവി സുധാകരൻ പാവറട്ടി, നാടക പ്രവർത്തകൻ MK ദേവരാജൻ, KK മനോജ്, NJ ജെയിംസ്, സിദ്ദിഖ് കൈതമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു. KPMS കണ്ണൻകുഴി ശാഖാ സെക്രട്ടറിയും കണ്ണൻകുഴി ജലനിധിയുടെ പമ്പ് ഓപ്പറേറ്ററുമായിരുന്ന കണ്ണൻകുഴി താളാട്ട് വീട്ടിൽ പ്രദീപ് കുമാറിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയടയ്ക്കുവാനും ശിക്ഷ വിധിച്ചു. കണ്ണൻകുഴി സ്വദേശി ഏറൻ വീട്ടിൽ വാസുമകൻ ജിനീഷ് കീരിക്കാടനെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി N വിനോദ് കുമാർ ശിക്ഷിച്ചത്. 2020 ഫെബ്രുവരി 14-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ്, അഭിഭാഷകരായ PA ജെയിംസ്, അൽജോ P ആന്റണി, എബിൻ ഗോപുരൻ, TG സൗമ്യ തുടങ്ങിയവർ കോടതിയിൽ ഹാജരായി. കമ്മ്യൂണിസ്റ്റ് ചിന്തകനായിരുന്ന K ദാമോദരന്റെ സ്മരണയ്ക്കായി ഗുരുവായൂർ K ദാമോദരൻ അക്കാദമി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് എഴുത്തുകാരൻ C രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ജൂലൈ 3-ാം തീയതി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സമ്മാനിക്കും. മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും നൽകിയ സമഗ്ര സംഭാവനകളെ കണക്കിലെടുത്താണ് C രാധാകൃഷ്ണനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തതെന്ന് അക്കാദമി ചെയർമാൻ KK വത്സരാജും സെക്രട്ടറി KK സുധീരനും അറിയിച്ചു. നല്ല ആരോഗ്യത്തിനായി ഓടാം എന്ന സന്ദേശവുമായി കൊച്ചി മുതൽ വരന്തരപ്പള്ളി വരെ മാരത്തോൺ സംഘടിപ്പിച്ച് ഒരു കൂട്ടം വയോധികർ.
സോൾസ് ഓഫ് കൊച്ചിൻ എന്ന ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു മാരത്തോൺ സംഘടിപ്പിച്ചത്. തൊട്ടടുത്ത സ്ഥലത്ത് പോകാൻ പോലും വാഹനത്തെ ആശ്രയിക്കുന്ന പുതുതലമുറയ്ക്ക് മുന്നിൽ മാതൃകയാവുകയാണ് ഈ വയോധികർ. 53 മുതൽ 75 വയസ്സുവരെയുള്ളവർ ചേർന്ന് കളമശ്ശേരിയിൽ നിന്നും വരന്തരപ്പള്ളി പള്ളിക്കുന്നുവരെ 60 കിലോമീറ്ററാണ് കൂട്ടയോട്ടം നടത്തിയത്. ജോൺസൺ, പോൾ, വിജയൻ, സലിം, സദൻ, വി ശ്രീകുമാർ, സജീഷ് എന്നിവരാണ് ഓട്ടത്തിൽ പങ്കെടുത്തത്. 75 വയസ്സുള്ള ജോൺസനാണ് കൂട്ടത്തിലെ മുതിർന്ന വ്യക്തി. ഗ്രാമീണ അന്തരീക്ഷത്തിലെ വായു ശ്വസിക്കുക, വയസ്സൊന്നുമല്ല ആരോഗ്യത്തോടെ ഇരിക്കുക എന്നീ സന്ദേശങ്ങളുമായാണ് ഇവർ പ്രായം പോലും മറന്ന് ഓട്ടത്തിൽ പങ്കാളികളായത്. കളമശ്ശേരി ക്യുസാറ്റ് മെട്രോ സ്റ്റേഷൻ പരിസരത്തു നിന്നുമാണ് യാത്ര ആരംഭിച്ചത്. വരന്തരപ്പള്ളി പള്ളിക്കുന്നിലായിരുന്നു സമാപനം. പള്ളിക്കുന്നിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവർക്ക് വൻ സ്വീകരണമാണ് ഒരുക്കിയത്. വയോധികരെ ആദരിക്കുന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ, സോൾസ് ഓഫ് കൊച്ചിൻ ക്ലബിന്റെ സ്ഥാപകൻ രമേശ് കർത്ത കാഞ്ഞിരമറ്റം, ബിജു മൊയലൻ, ടി.എൽ. തോമസ്, ലാജു പോൾ, എൻ.ആർ. ജോൺസൺ, ബാബു മൊയലൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. TCV പുതുക്കാട്. തൃശൂർ മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പ്രവേശനോത്സവം ഡെപ്യൂട്ടി കളക്ടർ അതുൽ എസ് നാഥ് ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെന്റ് പ്രതിനിധി ഡോക്ടർ ജോൺ എബ്രഹാം അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ റിൻസ് പി സെബാസ്റ്റ്യൻ, കോർപ്പറേഷൻ കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, PTA പ്രസിഡന്റ് CP ഷംസുദ്ദീൻ, അധ്യാപകരായ ദിവ്യ, റോസ്മി ലാസർ, മീര സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷ സൗമ്യ അനിലൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷബീർ, വാർഡ് കൌൺസിലർ ലബീബ് ഹസൻ, SMC ചെയർമാൻ റഷീദ് എരുമപ്പെട്ടി, പ്രിൻസിപ്പൽ VB ശ്യാം, ഫാദർ മാത്യൂസ് ബർസോമ, ഹെഡ്മിസ്ട്രസ് MA നാദിറ തുടങ്ങിയവർ സംസാരിച്ചു. വെങ്ങടങ്ങ് പാടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിയിൽ ജീവനക്കാരുടെ കുറവ് മൂലം രോഗികൾ ദുരിതത്തിൽ. മരുന്നുകൾ നൽകുന്നതിന് ഒരു ഫാർമസിസ്റ്റ് മാത്രമാണ് ഉണ്ടാകാറുള്ളത്. രോഗികളായവരും കൂട്ടിരിപ്പുകാരും മണിക്കൂറുകളോളം ക്യൂ നിന്ന് വേണം മരുന്ന് വാങ്ങിക്കാൻ. മഴക്കാലമായതിനാൽ പനിയടക്കമുള്ള രോഗങ്ങൾ കൂടിയതും ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. രോഗികളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിമുക്ത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KC അനന്തൻ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി കാട്ടൂർ ജനമൈത്രി പോലീസ് കുട്ടികളുടെ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കാട്ടൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഡ്രീം പ്രോജക്ട് തൃശൂർ, കാട്ടൂർ ഫുട്ബോൾ അക്കാദമി എന്നിവരുടെ സഹകരണത്തോടെ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. ഇൻസ്പെക്ടർ PP ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ കാട്ടൂർ ഫുട്ബോൾ അക്കാദമി വിജയികളായി. HDP എടത്തിരിഞ്ഞി സ്കൂൾ റണ്ണറപ്പായി. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ നടന്ന വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി അനുസ്മരണം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഷിർദിസായി സേവാമഠം പബ്ലിക് റിലേഷൻ ഓഫീസർ മോഹൻദാസ് പണിക്കർ, GNSS സംസ്ഥാന സെക്രട്ടറി മധു K നായർ, രാമനാഥൻ നെട്ടിശ്ശേരി, K മോഹനകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിമ്പ്രം BPMS NDP ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും +1 പ്രവേശനോത്സവവും സംഘടിപ്പിച്ചു. പ്രമുഖ വ്യവസായി CP സാലിഹ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അവാർഡ് വിതരണം നടത്തി. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത്, സുരേന്ദ്രൻ നെടിയിരിപ്പിൽ, ഡോക്ടർ ജ്യോതി വാലിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആ പ്രവർത്തനം നടന്നപ്പോൾ ആദ്യഘട്ടത്തിൽ 750 ജില്ലകളാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. പിന്നീട് അത് 500 കുറഞ്ഞു, 200 പുത്തൂർ സെന്റ് തോമസ് ഫൊറൂന ദേവാലയത്തിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോജു പനിക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. 30-ാം തീയതിയാണ് ഊട്ടുതിരുനാൾ. നവീകരിച്ച ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് ജൂലൈ 2-ാം തീയതി തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിക്കും. 3-ന് ഇടവക മധ്യസ്ഥരായ വിശുദ്ധ തോമസ് ലീഹയുടെ ദുക്രാന തിരുനാൾ ആഘോഷിക്കും.
ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6600 രൂപ, പവന് 52,800 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3633 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ പുഴയ്ക്കൽ മുതൽ കുന്നംകുളം വരെയുള്ള യാത്രാ ദുരിതം തുടരുന്നു. താൽക്കാലിക കുഴയടയ്ക്കൽ ഫലപ്രദമല്ലെന്ന് ആക്ഷേപം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കാൻ തീരുമാനം. മറ്റത്തൂർ പഞ്ചായത്തിലെ പൊതു ക്രിമിറ്റോറിയത്തോട് ചേർന്ന് MCF സ്ഥാപിക്കുവാനുള്ള നീക്കം, പദ്ധതി ഉപേക്ഷിക്കണമെന്ന പ്രത്യേക ഗ്രാമസഭാ യോഗം. പുല്ലൂർ ബോട്ടുകെട്ടിക്ക് സമീപം ട്രെയിൻ തട്ടി റെയിൽവേ കീമാൻ മരിച്ചു. വടകര സ്വദേശി ഉത്തമനാണ് മരിച്ചത്. കണ്ടച്ചങ്ങടവിൽ വ്യാപാരി വീടിന്റെ ടെറസിൽ നിന്ന് വീട് മരിച്ചു. നാട്ടിക മണ്ഡലത്തെ നവകേരള സദസ്സ് അലങ്കോലപ്പെട്ട സംഭവം. CC മുകുന്ദൻ MLA നിയമസഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ആഭ്യന്തര വകുപ്പ് നൽകിയ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് നിയമസഭ. പരാതി പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി അന്വേഷണത്തിന് സ്പീക്കർ റഫർ ചെയ്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.